രാജ്യത്തെ പിടിച്ചുകുലുക്കിയ മാരകമായ പ്രതിഷേധങ്ങൾക്ക് ഒരു മാസത്തിനു ശേഷം നടന്ന 1979 ഇസ്ലാമിക വിപ്ലവത്തെ അനുസ്മരിക്കുന്ന രാജ്യവ്യാപക പരിപാടികളിൽ ഇറാനിയൻ നേതാക്കൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ തയ്യാറെടുപ്പുകൾ ശക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഏറ്റവും പ്രതീകാത്മകമായി പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നായ ഐക്യവും ശക്തിയും ഉയർത്തിക്കാട്ടാൻ അധികാരികൾ ശ്രമിച്ചപ്പോൾ സർക്കാർ സംഘടിപ്പിച്ച റാലികൾ അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സെൻട്രൽ ടെഹ്റാനിൽ MK ലാബ് സ്ക്വയറിനടുത്ത് സംഘാടകർ US പതാക പൊതിഞ്ഞ 5 മോക്ക് ശവപ്പെട്ടികൾ പ്രദർശിപ്പിച്ചു. അതിൽ സെൻട്രൽ കമാൻഡ് ചീഫ് ബ്രാഡ് കൂപ്പർ, ചീഫ് ഓഫ് സ്റ്റാഫ് അലൻ ജോർജ് എന്നിവരുൾപ്പെടെ മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പേരും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ജൂണിൽ ഇസ്രായേലുമായും അമേരിക്കയുമായും 12 ദിവസത്തെ സംഘർഷത്തിനും ഡിസംബർ അവസാനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ശേഷം ഇറാൻ നേതൃത്വത്തിന് ഈ വർഷത്തെ വാർഷികം ഒരു സെൻസിറ്റീവ് സമയത്താണ്. വാഷിംഗ്ടണുമായുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലും ഉദ്യോഗസ്ഥർ അനുസ്മരണ പരിപാടികളെ ധിക്കാര പ്രകടനമായി കണക്കാക്കി. 86-കാരനായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പരിപാടികളിൽ നേരിട്ട് പങ്കെടുത്തില്ല. കൂടാതെ 36 വർഷത്തെ തന്റെ ഭരണകാലത്ത് ആദ്യമായി കരസേന വ്യോമസേന കമാൻഡർമാരായുള്ള വാർഷിക യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. വാർഷിക റാലികളിൽ പങ്കെടുത്ത് ശത്രുവിനെ നിരാശരാക്കാൻ അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. മറ്റ് മുതിർന്ന രാഷ്ട്രീയ, സൈനിക, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരും സമാനമായ ആഹ്വാനങ്ങൾ നൽകി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പതാകകൾ ആളുകൾ കത്തിക്കുകയും ചവിട്ടിമെതിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിൽ എത്താൻ ശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ വെടിവെച്ചിട്ട ഇസ്രായേലിന്റെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ചു. ഇസ്രായേലിൽ എത്താൻ കഴിവുള്ളതായി പറയപ്പെടുന്ന മിസൈലുകളും കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിൽ തകർന്ന ഇസ്രായേലിന്റെ അവശിഷ്ടങ്ങളും ഡ്രോണുകളും പ്രദർശിപ്പിച്ചിരുന്നു. ഇറാന്റെ മിസൈൽ ആണവ പദ്ധതികൾ ചർച്ചകൾ ഉൾപ്പെടുത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുടെ ശ്രമങ്ങൾക്കിടയിൽ ഇറാൻ അധികൃതർ അവരുടെ മിസൈൽ പദ്ധതിയെ ചുവപ്പുരേഖ എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും വലിയ ജനക്കൂട്ടത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തു. ഒത്തുചേരലുകളെ മറ്റൊരു ഇതിഹാസ കഥ എന്ന് വിശേഷിപ്പിച്ചു. വാർഷിക പ്രകടനങ്ങളെ വിശേഷിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാചകം ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്ന വിശ്വസ്തരായ പൗരന്മാരായി പങ്കെടുത്തവരെ പ്രശംസിച്ചു. ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യവേ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നുള്ള ഗൂഢാലോചനകൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിനെ നേരിടാൻ ദേശീയ ഐക്യത്തിന് ആഹ്വാനം ചെയ്തു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകളിൽ ഏർപ്പെടാനുള്ള തന്റെ സർക്കാരിന്റെ സന്നദ്ധത ആവർത്തിച്ചു. വിമർശകരും അവകാശ ഗ്രൂപ്പുകളും പറയുന്നതനുസരിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ സമീപകാല പ്രതിഷേധങ്ങളെയും വാർഷിക പരിപാടികൾ പരാമർശിച്ചു. ശത്രുക്കൾക്കെതിരായ വിജയത്തിന്റെ തെളിവായി ഉദ്യോഗസ്ഥർ റാലികളെ ചിത്രീകരിച്ചു. ഷിറാസിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി മേധാവി അഹമ്മദ് വാഹിദി വാർഷിക റാലികളെ US-നും ഇസ്രായേലിനും സമീപ മാസങ്ങൾ മൂന്നാമത്തെ വലിയ പരാജയം അടയാളപ്പെടുത്തുന്നതായി വിശേഷിപ്പിച്ചു. 12 ദിവസത്തെ യുദ്ധമായിരുന്നു ആദ്യത്തേതെന്നും രണ്ടാമത്തേത് ജനുവരി 8, 9 തീയതികളിലെ രാത്രികളിലാണ് മിക്ക പ്രതിഷേധ കൊലപാതകങ്ങളും നടന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ജനുവരി 12-ന് നടന്ന ഭരണകൂടം സംഘടിപ്പിച്ച പ്രതിപ്രകടനങ്ങളാണ് രണ്ടാമത്തേതെന്ന് അദ്ദേഹം പറഞ്ഞു. വാഹിദിയെ പോലെ തന്നെ പോലീസ് മേധാവി അഹമ്മദ് റേസ റഡാനും പ്രതിഷേധങ്ങളെ മറ്റൊരു രാജ്യദ്രോഹമെന്ന് വിശേഷിപ്പിക്കുകയും ആഗോള അഹങ്കാരത്തിന്റെ ഒരു മികച്ച പദ്ധതിയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതുപോലെ അത് റദ്ദാക്കപ്പെട്ടുവെന്നും പറഞ്ഞു. അഭൂതപൂർവമായ പ്രതിഷേധ കൊലപാതകങ്ങളിൽ 3117 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും വിദേശത്തു നിന്നും ആയുധങ്ങളും ധനസഹായവും ലഭിച്ച ഭീകരരുടെയും കലാപകാരികളുടെയും കൈകളാൽ ഇതെല്ലാം സംഭവിച്ചുവെന്നും ഇറാൻ സർക്കാർ അവകാശപ്പെട്ടു. കൊലപാതകങ്ങൾക്ക് പിന്നിൽ സംസ്ഥാന സുരക്ഷാ സേനയാണെന്ന് ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ആരോപിച്ചു. കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ കൊലപാതകങ്ങളെ അപലപിച്ചുകൊണ്ടൊരു പ്രമേയം പാസാക്കി. നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, മറ്റു തരത്തിലുള്ള ഏകപക്ഷീയമായ ജീവൻ നഷ്ടപ്പെടുത്തൽ, നിർബന്ധിത തിരോധാനം, ലൈംഗിക ലിംഗാധിഷ്ഠിത അക്രമം, മനുഷ്യാവകാശ ബാധ്യതകൾ ലംഘിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ തടയണമെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.